പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി, നമ്മുടെ ഓരോരുത്തരെയും പ്രധാനമന്ത്രി, എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയുള്ളപ്പം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലുള്ളത് എനിക്ക് ഓർമ്മയാണ് പ്രധാനമന്ത്രിമാരെ. അതിലെല്ലാവരിലും ഇന്ദിരാഗാന്ധിയെ ഇഷ്ടമായിരുന്നു, രാജീവ് ഗാന്ധിയെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമില്ലെന്നൊന്നുമല്ല, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് വളരെ ഇഷ്ടമായൊരു വ്യക്തിയാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി. ആ രാജ്യത്തിലെ നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും അച്ഛനാണോ അപ്പൂപ്പനാണോ, എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഏജുള്ളവരുടെ ഫ്രണ്ടാണ്. എന്താണ് ഇതുപോലെ ക്വാളിറ്റിയുള്ള ഒരു മിനിസ്റ്റർ, ആ തേജസ്, ആ വാക്കുകൾ, ആ സംസാരം, ആ ആക്റ്റീവ്നെസ്, അദ്ദേഹത്തിന് ദൈവം ആയുസ്സും ആരോഗ്യം ഇനിയൊരു 100 വർഷം കൂടെ കൊടുക്കണം. ഇന്ത്യയെ ഒരു ലെവലിൽ എത്തിച്ച് റോക്കറ്റ് വിടുന്ന പോലെ തന്നെ ഇന്ത്യ മുകളിലോട്ട് ഉയർന്നു പോയി. ഇന്ത്യയുടെ നിലനിൽപ്പ്, അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ആലോചിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങൾ, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ RSSനും BJPക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ജന്മം നൽകിയ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഇവരൊക്കെ പുണ്യം ചെയ്ത വ്യക്തികളാണ്. ഇതുപോലെ ഒരു മകനെ കിട്ടിയ, അതുപോലെ തന്നെ ഇതുപോലെ ഒരു മകനെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യക്ക് നൽകിയ ആ അച്ഛനും അമ്മയ്ക്കും നമ്മൾ കോടാനുകോടി പ്രണാമം അർപ്പിക്കണം. ഇതുപോലെ ഒരു വ്യക്തിയെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് രാജ്യത്തിന് നൽകി അദ്ദേഹം നമ്മുടെ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ഒരു സ്ഥാനം നൽകിയ ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ അമൃത് ഭാരത്, വന്ദേ ഭാരത്, ഇതൊക്കെയുള്ള ട്രെയിനുകൾ, രാജ്യത്തിൻ്റെ വികസനം, രാജ്യത്തിലെ കലാപങ്ങളൊക്കെ നിന്നുപോയില്ലയോ? ഞാനൊക്കെ ഈ തെലങ്കാനയിൽ വന്ന സമയത്തൊക്കെ ഇവിടെ ഹൈദരാബാദിലും അവിടെ ഇവിടെയൊക്കെ ബോംബ് ബ്ലാസ്റ്റിക്കാണ്. ഇന്ത്യ മൊത്തം നമുക്കറിയാം. ഇപ്പോൾ ഇതൊന്നും കേൾക്കാനേ ഇല്ല, ഒരു കലാപങ്ങൾ കേൾക്കാനില്ല, ബോംബ് ബ്ലാസ്റ്റിങ് എല്ലാം അദ്ദേഹം നിർത്തിച്ചു. നമ്മുടെ ഓരോരുത്തരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങുന്നതിന് വേണ്ടി അദ്ദേഹമൊക്കെ ഉറക്കഴിച്ച് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. ഞാൻ രാജ്യത്തിന് വേണ്ടി തന്നെ, നരേന്ദ്രമോദിയുടെ കട്ട ഫാനാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ കട്ട ഫാൻ. സ്റ്റേറ്റ് ലെവലിൽ എന്തോ ആയിക്കോട്ടെ, ഏത് പാർട്ടി പഠിച്ചോട്ടെ, പക്ഷേ സെൻട്രൽ ലെവലിൽ ശ്രീ നരേന്ദ്രമോദിജിക്കൊപ്പമാണ് ഞാൻ. ഇന്നു മുതലേ വർഷങ്ങളായി ഞാൻ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ലെവലിൽ RSS ശാഖയിൽ അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ നരേന്ദ്രമോദിജി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു സൂര്യൻ, നമ്മുടെ ആ സൂര്യന് ബദലായിട്ട് ഒരു സൂര്യൻ കൂടെ നമ്മുടെ രാജ്യത്തുണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ ഒരു തേജസ് ഇങ്ങനെ വിതറുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത്. എന്തൊരു ഐശ്വര്യമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സ്നേഹം ഇങ്ങനെ തുളുമ്പുകയല്ലേ. നമ്മുടെ രാജ്യത്തിലെ ഓരോ ജനങ്ങൾക്ക്, ഓരോ പൗരന്മാർക്ക് വേണ്ടിയും അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്, എനിക്ക് പറയാനില്ല, വാക്കുകളൊന്നുമില്ല. എന്തെന്ന് പറഞ്ഞാലും ശ്രീമാൻ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് കാണുമ്പോൾ കാൽപാദത്തിലൊന്ന് വന്ദിക്കണം, ഒന്ന് നമസ്കരിക്കണം. കാര്യം
നമ്മുടെ ഓരോരുത്തരുടെയും ഒരു നാഥൻ. എനിക്കൊക്കെ ഇപ്പം എൻ്റെയൊക്കെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോയെങ്കിലും എനിക്കങ്ങ് അവർ മരിച്ചുപോയി, അവരില്ല എന്നുള്ളൊരു ഓർമ്മ എനിക്കില്ല. കാരണം ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹമുണ്ട്, നമുക്കെപ്പോഴും ഒരു തണലായിട്ട് അദ്ദേഹമുണ്ട് എന്നുള്ളൊരു ആലോചന, ഒരു ആശ്വാസം, ഒരു സപ്പോർട്ട്. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് നരേന്ദ്രമോദിജിയെ, ഡയറക്റ്റ് കണ്ടിട്ടില്ല, ടി വിയിലെല്ലാം, അല്ലാതെ നേരിട്ട് കാണാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. എന്നേലും ഞാൻ കാണും, ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ കാണും. ആ പാതാര വിന്ദങ്ങളിലൊന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യണം എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പ്രധാനമന്ത്രിമാരെ, ഒരു മിനിസ്റ്ററെ ഒന്നും കാണണമെന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്, ശ്രീ നരേന്ദ്രമോദിജി എനിക്കൊന്ന് കാണണം. അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിന് ലോക രാജ്യങ്ങളിൽ അദ്ദേഹത്തിനൊക്കെയുള്ള വില, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ ആളുകളും നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളതാണ് നമുക്ക് വളരെ വിഷമമുള്ളൊരു സംഗതി. അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന കുറേ എണ്ണം. അദ്ദേഹത്തിനോടൊപ്പം സേവ ചെയ്യാൻ എനിക്കൊരവസരമൊക്കെ കിട്ടിയാൽ, നമ്മളൊക്കെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനും ഒരു സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു RSS പ്രവർത്തകൻ എന്ന നിലയിൽ സപ്പോർട്ടേഴ്സിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മളും ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്തൊക്കെയായാലും ശ്രീ നരേന്ദ്രമോദിജി അങ്ങ് ആയുസ്സും ആരോഗ്യത്തോടെ ദീർഘായുഷ്മാനായിട്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ താങ്കളുടെ കാൽപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ ഒരു ദൈവത്തിൻ്റെ സ്ഥാനമാണ് അദ്ദേഹം എനിക്കൊരു ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ്. മാതാപിതാ ഗുരു ദൈവം ഇതെല്ലാം അദ്ദേഹമാണ്, ഒരു റോൾ മോഡൽ. അദ്ദേഹം ഒരു റോൾ മോഡലാണ്. അദ്ദേഹത്തിന് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. നന്ദി, നമസ്കാരം.